അറിവിനെ കരുത്താക്കി വിജയത്തിനു വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ ദാഹം നിങ്ങൾക്കുണ്ടോ? വിജയത്തിലേക്കുള്ള ദാഹം. യെസ്, റിയൽ അൺകൊഞ്ചബിൾ തേഴ്സ്റ്റ് ഫോർ നോളജ്. ഇന്നലകളിലേറ്റ പരാജയങ്ങൾ നാളെ നിങ്ങൾക്ക് നിവർന്നു നിൽക്കാനുള്ള നട്ടെല്ലുകളാണ്. പോയകാല ചരിത്രത്തിലെ കണ്ണുനീർത്തുള്ളികളെ വരുംകാല വിജയത്തിലേക്കുള്ള ബാഷ്പാഞ്ജലികളാക്കി മാറ്റുക. അതേ പ്രിയപ്പെട്ട സ്നേഹിതരെ, ജീവിത സമരങ്ങളിൽ പരാജയങ്ങളുണ്ടാകും. പരാജയങ്ങളിൽ ഒരുപക്ഷെ നാം ഇടറി വീണേക്കാം. ഇടറി വീണാലും കുതറിയോടാൻ മനക്കരുത്തുള്ളവന് മുന്നിൽ ലോകമൊരിക്കൽ തലകുനിക്കും. അവിടെ തുടങ്ങും യാത്ര. വെറും യാത്രയല്ല, ചൈത്രയാത്ര. യെസ് മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ബ്രില്യൻ PSC കൂട്ടം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുമ്പ് നമ്മൾ PSC പഠനതന്ത്രങ്ങൾ എന്നൊരു ക്ലാസ് ഇട്ടിരുന്നു. ആ ക്ലാസ് ഈ 48 മണിക്കൂറിനുള്ളിൽ ഏകദേശം 1,60,000 ആളുകളിലേക്ക് ഇതുവരെയും റീച്ച് ചെയ്തിട്ടുണ്ട് എന്നറിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. അതിന്റെ പ്രധാന കാരണം നിങ്ങളാണ്. കാരണം നിങ്ങൾ ആയിരക്കണക്കിന് ആളുകളിലേക്ക് അത് ഷെയർ ചെയ്തു. തീർച്ചയായും നമുക്ക് കിട്ടുന്ന എല്ലാ അറിവുകളും മറ്റുള്ളവരുമായി പങ്കുവെക്കുക. കാരണം നാം വിദ്യാലയത്തിൽ നിന്നും പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കില്ല പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സഹായകരമാകുന്നത്. ഈ അടുത്ത കാലത്ത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ പഴയ കാലത്തുള്ള അധ്യാപകരെ പറ്റി സംസാരിക്കുകയുണ്ടായി. ഞാൻ എന്റെ സുഹൃത്തിനോട് ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മികച്ച അധ്യാപകനായി തോന്നിയത് ആരെയാണെന്ന്. അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള മറുപടി എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എന്നെ സ്കൂളിൽ പഠിപ്പിച്ച ചില അധ്യാപകരെ ഇപ്പോൾ ഞാൻ കാണുമ്പോൾ എന്റെ മനസ്സിൽ തോന്നുന്നു ഒരു കല്ലെടുത്ത് കണ്ണിനൊരു ഏറ് കൊടുത്താലോ എന്നാണ്. ഞാൻ പെട്ടെന്ന് ചോദിച്ചു, നിങ്ങളെ പഠിപ്പിച്ച ഒരു അധ്യാപകനെ പറ്റി ഇങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന്. ഈ ഒരു കാര്യത്തെപ്പറ്റി അവന്റേതായ വാദഗതികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ വളരെ രസകരമായ ഒരു സംഭവം നടന്നു. ഇവനെ പഠിപ്പിച്ചൊരു അധ്യാപകൻ വഴിയിലൂടെ വന്നു. അധ്യാപകനെ കണ്ടതും ഉടൻ തന്നെ അവൻ വളരെ ഭവ്യതയോടുകൂടി അടുത്തേയും, സാർ എന്തൊക്കെയാണ്, എവിടെ പോയതാണ്, എന്താണ്, സുഖമല്ലേ, ചായ കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് വളരെ ആവേശപൂർവ്വമായിട്ടുള്ള ഒരു സമീപനം. ഞാൻ തന്നെ അത്ഭുതത്തോടു കൂടി നോക്കിയിരുന്നു. കുറച്ചു കഴിഞ്ഞിട്ട് അധ്യാപകൻ പോയപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, അല്പം മുമ്പ് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് അധ്യാപകനെ കണ്ടാൽ നിങ്ങൾക്ക് തീരെ ഇഷ്ടമല്ലാന്ന്? പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ വിനയത്തോടു കൂടി അദ്ദേഹത്തിന് അടുത്ത് നിങ്ങൾ ചെല്ലാൻ കാരണം? എന്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഇപ്പോൾ ഈ കടന്നുപോയ അധ്യാപകനുണ്ടല്ലോ, അദ്ദേഹം ഞങ്ങളുടെ സ്കൂളിലെ അധ്യാപകനായിരുന്നു. പക്ഷെ എന്നെ ഒരു ക്ലാസ്സിലും പഠിപ്പിച്ചിട്ടില്ല. എന്നിട്ട് ഞാൻ ഈ അധ്യാപകനെ ഇഷ്ടപ്പെടാനുള്ള കാരണം, എല്ലാ അധ്യാപകരും എന്നെ പഠിപ്പിച്ചത് എങ്ങനെ പരീക്ഷയിൽ വിജയിക്കാം എന്ന് മാത്രമാണ്. പക്ഷെ ഈ അധ്യാപകൻ എന്നെ പഠിപ്പിച്ചത് എങ്ങനെ ജീവിതത്തിൽ വിജയിക്കാമെന്നാണ്. അതുകൊണ്ടാണ് സ്കൂളിൽ നടന്ന പല പരീക്ഷയിൽ ഞാൻ പരാജയപ്പെട്ടിട്ടും ജീവിതത്തിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായത്. എന്റെ സുഹൃത്തിന്റെ വാക്കുകൾ എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു. പ്രിയപ്പെട്ട മത്സരാർത്ഥികളെ, ഞാൻ എന്തുകൊണ്ടാണ് ഈ സംഭവം ഇവിടെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, IQ ഉള്ളതുകൊണ്ട് മാത്രം ഒരാൾ വിജയിക്കണമെന്നില്ല. അതിനേക്കാൾ പ്രധാനം അയാളുടെ EQ ആണ്. EQ മീൻസ് ഇമോഷണൽ കോഷ്യന്റ്. ഇമോഷണൽ കോഷ്യന്റിന്റെ ടെർമിനോളജി, സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നമ്മുടെ നിത്യജീവിതത്തിൽ ഇതെങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്ന് മാത്രം നമ്മൾ അറിഞ്ഞിരിക്കുക. ജീവിതത്തിൽ ബുദ്ധിപരമായ മേഖലയിൽ ഉയർന്ന വിജയങ്ങൾ നേടുകയും ഉന്നത വിദ്യാഭ്യാസം നേടുകയും ശാസ്ത്രജ്ഞരായി മാറുകയും ചെയ്ത ആളുകൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ വളരെ പ്രശസ്തമായ രീതിയിൽ നിൽക്കുന്ന പല വ്യക്തികളും ഒരു നിമിഷം കൊണ്ട് ജീവിതത്തിൽ തകർന്നടിയുന്ന അവസ്ഥ, ജീവിതം തന്നെ അവസാനിപ്പിച്ച വ്യക്തികൾ. എനിക്കിപ്പോഴും വിചിത്രമെന്ന് തോന്നുന്ന ഒരു സംഭവമുണ്ട്. ലോകപ്രശസ്ത പ്രചോദനാത്മക പരിശീലകനായിരുന്ന ഡെയിൽ കാർണഗി, ഹൗ ടു ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്ന ഒറ്റ ഗ്രന്ഥത്തിലൂടെ ചരിത്രം സൃഷ്ടിച്ച ഡെയിൽ കാർണഗി സൂയിസൈഡ് ചെയ്യുകയായിരുന്നു. മികച്ച IQ നിലവാരമുണ്ടായിരുന്നിട്ടും ജീവിതത്തിൽ ഇവരെല്ലാം ഒരു വലിയ പരാജയമായി മാറിയത് എങ്ങനെയാണ്? ഇവിടെയാണ് EQവിന്റെ പ്രസക്തി, ഇമോഷണൽ കോഷ്യന്റ്. വളരെ ലളിതമായ ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മളൊരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഒരു ബുക്ക് മാത്രം പഠിച്ചാൽ മതി, അതിൽ നിന്ന് മാത്രമേ ചോദ്യങ്ങൾ വരൂ. ബുക്ക് നമ്മൾ വളരെ നന്നായി പഠിച്ചു, എവിടെ നിന്ന് എങ്ങനെ ചോദിച്ചാലും നമുക്ക് ഉത്തരങ്ങൾ നൽകാൻ കഴിയുന്ന അവസ്ഥയിലാണ്. അപ്പോൾ വളരെ കോൺഫിഡന്റ് ആണ് നമ്മൾ. ആ കോൺഫിഡന്റ് ആയി നമ്മൾ പരീക്ഷ എഴുതാൻ പോകുന്നു. മാത്രമല്ല 1 മണിക്കൂർ നേരത്തെ തന്നെ നമ്മൾ പരീക്ഷാ സെന്ററിൽ എത്തുകയും ചെയ്തു. അവിടെ എത്തിയപ്പോഴാണ് ഓർക്കുന്നത്, ഹാൾ ടിക്കറ്റ് എടുത്തിട്ടില്ല. വീട്ടിൽ പോയി ഹാൾ ടിക്കറ്റ് എടുത്തു വരാൻ ആകെ വേണ്ടത് 15-30 മിനിറ്റ് ആണ്. പോയി തിരിച്ചു വരാനുള്ള സമയം ആകെ 30 മിനിറ്റ് മതി. പക്ഷെ അപ്പോഴത്തേക്കും ഭയങ്കര ടെൻഷനായി. ടെൻഷനോട് കൂടിയാണ് പിന്നെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. എങ്ങനെ ഓടിക്കതച്ച് വണ്ടി കയറി അങ്ങനെ വീട്ടിലെത്തുന്നു. വീട്ടിൽ നിന്ന് നമ്മൾ ഹോൾ ടിക്കറ്റ് പെട്ടെന്ന് നോക്കിയാൽ കാണില്ല, എല്ലായിടത്തും തപ്പിത്തെറിയുന്നു. ഒരു തവണ നോക്കിയ ബാഗ് തന്നെ വീണ്ടും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തവണ കൃത്യമായി നോക്കാതെ വേറൊരു കാര്യം ചെയ്യുന്നതുകൊണ്ട് പിന്നെയും അത് തന്നെ നമ്മൾ വീണ്ടും നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ സമയം പോയി അവസാനം ഹോൾ ടിക്കറ്റ് കിട്ടി. പരീക്ഷ തുടങ്ങുന്നതിന്റെ
15 മിനിറ്റ് മുമ്പ് അദ്ദേഹം സ്ഥലത്തെത്തി. 15 മിനിറ്റെങ്കിലും മുമ്പേ എത്തിയല്ലോ എന്ന സമാധാനമല്ല, മറിച്ച് അതുവരെയുള്ള ടെൻഷൻ, സ്ട്രെസ്സാണ്, മുഴുവനും സ്ട്രെസ്സാണ്. ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കയ്യിലെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് അറിയാം, ഉത്തരങ്ങൾ ഇങ്ങോട്ട് വരുന്നേയില്ല. ഉത്തരം എന്താണെന്ന് കറക്റ്റായിട്ട് അറിയുന്നില്ല. ചില ആൾക്കാർ പറയില്ല, നാവിൻ തുമ്പിലുണ്ട്, പക്ഷെ അതിന്റെ ഉത്തരം അങ്ങോട്ട് കിട്ടുന്നില്ല എന്ന്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ നമുക്ക് ഇമോഷണലി കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. നമ്മൾ വീട്ടിൽ ആരോടെങ്കിലും എന്തെങ്കിലും ഒരു തർക്കത്തിൽ ഏർപ്പെടുകയോ അല്ലെങ്കിൽ ചെറിയ വഴക്ക് കൂടുകയോ ചെയ്തു കഴിഞ്ഞിട്ട് പലപ്പോഴും ചില കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ചില ടെക്സ്റ്റ് ബുക്കുകൾ എടുത്ത് മുന്നിൽ വെച്ച് ഇങ്ങനെ ഇരിക്കുന്നതാണ്. പക്ഷേ ഒരു സെന്റൻസ് പോലും അവർക്ക് ആ സമയത്ത് പഠിക്കാൻ പറ്റില്ല. കാരണം ആരോടാണോ തർക്കിച്ച് ആ തർക്കിച്ച ദേഷ്യവും അതോടൊപ്പം തന്നെ ആ വെറുപ്പുമായിരിക്കും ആ സമയത്ത് മുഴുവൻ അവരുടെ മനസ്സിലുണ്ടാവുക. അതുകൊണ്ട് തന്നെ 100% പഠനത്തിൽ ശ്രദ്ധിക്കാൻ അവർക്ക് കഴിയില്ല. എന്ന് മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ നടക്കുന്നുണ്ട്. ഇങ്ങനെ ഇമോഷണലി ഒരു പ്രശ്നത്തിൽ അകപ്പെടുന്ന സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും വളരെ പ്രധാനപ്പെട്ട രീതിയിൽ പഠിക്കേണ്ട ഒരു ബുക്ക് എടുത്ത് പഠിക്കാൻ നിൽക്കരുത്. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആ വിഷയത്തിനോട് വലിയ ഒരു വിരക്തി ഉണ്ടാവുകയും ആ വിഷയത്തിനോട് താല്പര്യമില്ലാത്ത രീതിയിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടെത്തുകയും ചെയ്യും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്കൂളിൽ ചില അധ്യാപകരെ നമുക്ക് വളരെയധികം ഇഷ്ടമായിരിക്കും. പക്ഷെ അവരെടുക്കുന്ന വിഷയം നമുക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു വിഷയമായിരിക്കും. എങ്കിലും ആ അധ്യാപകനോടുള്ള ഇഷ്ടം കൊണ്ട് സാവധാനം നമ്മൾ ആ വിഷയത്തെ ഇഷ്ടപ്പെടുകയും ഒരുപക്ഷെ പിന്നീട് നാം ആ വിഷയത്തിൽ നല്ല പാണ്ഡിത്യമുള്ളവരായി മാറുകയും ചെയ്യും. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമായിട്ട് പോലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു നല്ല ഇമോഷൻസ് അവിടെ വർക്ക് ചെയ്യുകയും ആ ഇമോഷൻസിന്റെ ഭാഗമായി നാം പഠിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമുണ്ടാവുകയും ചെയ്യുകയാണ്. പല സുഹൃത്തുക്കൾക്കും മാത്തമാറ്റിക്സും ഇംഗ്ലീഷും വളരെയധികം പ്രയാസമുള്ള വിഷയമാണ്, PSC പരീക്ഷയിൽ പ്രത്യേകിച്ച്. പക്ഷെ മാത്തമാറ്റിക്സ് വളരെ ലളിതമായ ഒരു അധ്യാപകൻ നിങ്ങൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തരികയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അങ്ങനെ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യുന്ന ഒരു ചലഞ്ചായിരിക്കും. ഇമോഷണലി നിങ്ങൾ അതിനെ കീഴടക്കി കഴിഞ്ഞു. നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അതിന് ഉത്തരം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ അവരെ പഠിപ്പിക്കുക പോലും ചെയ്യും. ഒരു കാര്യം നമ്മൾ ഓർക്കുക, എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് വളരെ നന്നായി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനോട് നമുക്ക് എന്തെങ്കിലും ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവണം. ജീവിതത്തിൽ ഒരു നിൽക്കക്കള്ളിയുമില്ലാതെ ഒരു ജോലിയും കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞു നടന്ന് അവസാനം ഈ പരീക്ഷ ജയിച്ചാൽ എന്റെ ജീവിതം മാറുമെന്ന് കരുതി പഠിക്കുന്ന ഒരു വ്യക്തിയും അതേസമയം വീട്ടിൽ കുഴപ്പമില്ലാത്ത സാഹചര്യങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, അയാൾക്കൊരു പരീക്ഷ എഴുതി ജയിക്കാം എന്ന് ചിന്തിക്കുന്ന ആളും തമ്മിൽ പരീക്ഷ എഴുതുന്നതിനും പഠിക്കുന്ന രീതിക്കും ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും. ജാതക ടൈൽസ്, ജാതക കഥകളിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കഥയുണ്ട്. ഒരു സിംഹം ഒരു മാനിന് പുറകെ ഓടുകയാണ്. സിംഹം മാനിന് പുറകെ എത്ര ശക്തമായി ഓടിയിട്ടും മാൻ രക്ഷപ്പെട്ടു. ഇത് കണ്ടു നിന്ന ഒരു പുലി സിംഹത്തോട് ചോദിച്ചു, അല്ല, നിങ്ങള് കാട്ടിലെ രാജാവൊക്കെയാണ്, വലിയ ആളാണ്, എന്നിട്ട് ഓടിയിട്ട് ഒരു മാനിനെ പിടിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ലല്ലോ, എന്തുകൊണ്ടാ പറ്റാത്തതെന്ന് ചോദിച്ചു. സിംഹം പറഞ്ഞു, ഞാൻ ഓടിയത് എന്റെ വിശപ്പ് മാറ്റാൻ വേണ്ടിയാ, പക്ഷെ അവൻ ഓടിയത് ജീവന് വേണ്ടിയാണ്. യെസ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഐ റാൻ ഫോർ ഫുഡ് ബട്ട് ഹീ റാൻ ഫോർ ലൈഫ്. ഈ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ വേറൊരു ഭക്ഷണം, പക്ഷേ ഈ ജീവിതം കിട്ടിയില്ലെങ്കിൽ വേറൊരു ജീവിതമില്ല. ദാറ്റ്സ് എ പവർ ഓഫ് ഇമോഷൻ. മഹാനായ APJ അബ്ദുൽ കലാമിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എയർഫോഴ്സിൽ ചേർന്ന ഒരു പൈലറ്റ് ആവുക എന്നതാണ്. അതിനുവേണ്ടി അദ്ദേഹം നിരന്തരമായി പരിശ്രമിച്ചു. പക്ഷേ അദ്ദേഹം മത്സരത്തിൽ പങ്കെടുത്തെങ്കിലും പരാജയപ്പെട്ടു. ഒരു നിമിഷം അദ്ദേഹം തകർന്നുപോയി, തന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു വീഴുകയാണ്. പക്ഷേ അദ്ദേഹം തോൽക്കാൻ തയ്യാറല്ലായിരുന്നു. ഓരോ തവണ അദ്ദേഹം ജീവിതത്തിൽ പരാജയപ്പെടുമ്പോഴും കൂടുതൽ ഇമോഷണലി കരുത്തുള്ളവനായി മാറി. ആ ഇമോഷണൽ കരുത്തിലൂടെ അദ്ദേഹം എത്തിച്ചേർന്നത് തന്റെ ചിരകാല അഭിലാഷമായിരുന്ന എയർഫോഴ്സിന്റെ മാത്രമല്ല, ഇന്ത്യയിലെ സർവ്വ സൈന്യങ്ങളുടെയും സൈന്യാധിപനായി മാറിയ ഇന്ത്യൻ പ്രസിഡന്റ് എന്ന പദവിയിലേക്കാണ്. അതേ പ്രിയപ്പെട്ട സ്നേഹിതരെ, നമ്മൾ ജയിച്ച ആളുകളുടെ ആത്മകഥകൾ മാത്രം വായിച്ചാൽ പോരാ, മറിച്ച് ജീവിതത്തിൽ പരാജയപ്പെട്ടവന്റെ കഥ നാം അറിയണം. എങ്ങനെ പരാജയപ്പെട്ടു എന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിൽ ഒരു പരാജയം സംഭവിച്ചതിന് ശേഷം ചില ആളുകൾ നമ്മളെ കളിയാക്കുമ്പോൾ നമുക്കൊരു വാശിയുണ്ടാവും. അതൊരു സ്പാർക്കാണ്, ഒരു തീനാളം, വിജയിക്കാനുള്ള ഉൾക്കരുത്ത് നൽകുന്ന ഒരു തീനാളം. 2 ദിവസം ഭയങ്കര വാശിയിലൊക്കെ നമ്മൾ നടക്കും, ജയിച്ചേ അടങ്ങൂ എന്ന വാശിയിലൊക്കെ നടക്കും. 3-ാമത്തെ ദിവസം അതിന്റെ തീനാളമൊക്കെ മാറി തീയൊക്കെ കെട്ടുപോയി നമ്മൾ പറയും, കുഴപ്പമില്ല, അടുത്ത പരീക്ഷ നോക്കാം, അതുപോട്ടെ. ബട്ട് മൈ ഫ്രണ്ട്സ്, ഐ എം ടെല്ലിംഗ് വൺ തിങ്, യു നെവർ ആക്സെപ്റ്റ് യുവർ ഫെയിലിയർ. വെൻ യു ആക്സെപ്റ്റ് യുവർ ഫെയിലിയർ, യു ആർ ഗോയിങ് ടു ദ എൻഡ് ഓഫ് യുവർ സക്സസ്. നിങ്ങൾ പരാജിതനാണെന്ന ബോധം നിങ്ങൾക്കുണ്ടാവുന്നത് വരെ നിങ്ങൾ വിജയത്തിലേക്കുള്ള പാതയിലാണ്. എപ്പോൾ നിങ്ങൾ ഒരു പരാജിതനായി കാണുന്നുവോ ആ നിമിഷം നിങ്ങൾ വിജയത്തിന്റെ അന്തകനാണ്. അതുകൊണ്ടാണ് പറയുന്നത്, പരാജയം കൊണ്ട് നിലത്ത് വീണു എന്നത് ഒരു പ്രശ്നമേയല്ല. പക്ഷേ പരാജിതനായി നിലത്ത് വീണിട്ടും നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണ്. മൈ ഫ്രണ്ട്, യു നെവർ തിങ്ക് ഐ ആം എ ലൂസർ. യു നെവർ തിങ്ക് ഐ ആം എ ലൂസർ. ഞാനൊരു പരാജിതനാണ് എന്ന് എപ്പോൾ നിങ്ങൾ മനസ്സിൽ പറയാൻ തുടങ്ങുന്നുവോ ആ നിമിഷം മുതലാണ് നിങ്ങൾ പരാജയപ്പെടാൻ തുടങ്ങുന്നത്.
നമ്മളെപ്പോഴും പറയും നമുക്കത് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റില്ല, ഞാനത് തോറ്റുപോകും, അത് എഴുതിയിട്ട് കാര്യമില്ല, ഇങ്ങനെ പരീക്ഷ എഴുതിയിട്ട് കാര്യമില്ല, ഇംഗ്ലീഷ് എന്റെ മോശമാണ്, അതുകൊണ്ട് ഞാൻ പരീക്ഷ എഴുതുന്നില്ല, മാത്തമാറ്റിക്സിൽ എനിക്കൊരു ഐഡിയ ഇല്ല, അതുകൊണ്ട് PSC പരീക്ഷ എഴുതുന്ന കാര്യം ചിന്തിക്കാനേ പറ്റില്ല. PSC പരീക്ഷ എഴുതുന്നതിൽ 90% ആളുകളും ചിന്തിക്കുന്നത് ഈ പരീക്ഷ കിട്ടുമൊന്നുമില്ല, ഇത് കിട്ടിയില്ല നമുക്ക് അടുത്തു നോക്കാം, എന്നാലും ഒന്ന് എഴുതുകയാണ്, പരമാവധി ശ്രമിക്കുകയാണ്, കിട്ടിയേക്കാം. സുഹൃത്തുക്കളെ ഓർക്കുക, നിങ്ങൾക്ക് കൃത്യമായൊരു ടാർഗറ്റ്, ഒരു ലക്ഷ്യമില്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല. വെറും ലക്ഷ്യം പോരാ, ഇമോഷണലി പവർഫുൾ ആയിട്ടുള്ള ഒരു ലക്ഷ്യം. നിങ്ങളുടെ ലക്ഷ്യം ഇമോഷണലി പവർഫുൾ ആണെങ്കിൽ ഒരു ശക്തിക്ക് നിങ്ങളെ തകർക്കാൻ പറ്റില്ല. ഒരുപക്ഷെ നിങ്ങളുടെ വിജയം അല്പം കൂടി നീണ്ടുപോയേക്കാം, പക്ഷേ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. അതൊരു ലോക നിയമമാണ്. നാം ഇന്ന് കാണുന്ന ബൾബ് എങ്ങനെയാണ് ഉണ്ടായത്? ഒരു ദിവസം രാവിലെ വെറുതെ ഇരിക്കുന്ന സമയത്ത് എഡിസന് തോന്നി കണ്ടുപിടിച്ചേക്കാം, ഉച്ചയായപ്പോ കണ്ടുപിടിച്ച സംഭവമാണോ? ഒരിക്കലുമല്ല. ആയിരക്കണക്കിന് പരീക്ഷണങ്ങൾ നടത്തി. 2 വയറുകൾ ചേർത്ത് വെച്ചാൽ വെളിച്ചം നൽകാൻ കഴിയുന്ന ഒരു വസ്തു ഉണ്ടാക്കുവാൻ എനിക്ക് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ജനങ്ങൾ പറഞ്ഞു ഇദ്ദേഹത്തിന് ഭ്രാന്താണെന്ന്. പക്ഷേ പ്രിയപ്പെട്ട സ്നേഹിതരെ, 1127 തവണ അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തി. 1127 തവണയും അദ്ദേഹം പരാജയപ്പെട്ട് 1128 തവണയാണ് അദ്ദേഹം നാം ഇന്ന് കാണുന്ന ബൾബ് കണ്ടെത്തിയത്. കണ്ടെത്തിയ ബൾബ് കൊണ്ട് അദ്ദേഹം മെല്ലോ പാർക്കിനെ മുഴുവനും അലങ്കരിച്ചുകൊണ്ട് ഒരു രാവിനെ മുഴുവൻ പകലാക്കി നിർത്തി. അതുകൊണ്ടാണ് അദ്ദേഹം മെല്ലോ പാർക്കിലെ മാന്ത്രികൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, 10,000-ലധികം തവണ ഒരാൾ പരാജയപ്പെടുക. പിന്നീട് തന്റെ പരാജയത്തെപ്പറ്റി എഡിസൺ പറഞ്ഞൊരു വാചകമുണ്ട്, എന്നെ പുച്ഛിച്ചു തള്ളിയവർക്ക് മുന്നിലേക്ക് ഒരു വിജയം കൊണ്ടല്ലാതെ എനിക്ക് മടങ്ങുവാനാവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അദ്ദേഹത്തിന്റെ ലക്ഷ്യവും ഇമോഷണലി പവർഫുൾ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇമോഷണലി പവർഫുൾ ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ ആ വിജയം നേടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആദ്യം നിങ്ങൾ ചിന്തിക്കുക, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ പരീക്ഷ എഴുതുന്നത്? എന്തെങ്കിലും ഒരു ജോലി വേണം എന്ന് മാത്രമാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ സുഹൃത്തെ ഒന്നോർക്കുക, ഈ ജോലി നിങ്ങൾക്കുള്ളതല്ല. കാരണം നിങ്ങൾക്കൊരു ജോലി മാത്രമേ ലക്ഷ്യമുള്ളൂ, അത് ഏത് ജോലിയുമാകാം. ഈ ജോലി നിങ്ങളുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അനിവാര്യമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ വെറും ആഗ്രഹം പോരാ, തീവ്രമായ ആഗ്രഹം, യെസ്, ദ റിയൽ ബേണിംഗ് ഡിസയർ, ഒരു കത്തുന്ന ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. കണ്ണു തുറന്ന് നിങ്ങൾ കാണുക നേരിട്ട പരാജയത്തെപ്പറ്റിയും നേരിട്ട അപമാനങ്ങളെപ്പറ്റിയും. ഇനി ചിന്തിക്കുക വരാനുള്ള വിജയങ്ങളെപ്പറ്റി, നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന ജേതാവിനെ പറ്റി. യെസ് മൈ ഡിയർ ഫ്രണ്ട്സ്, യു പ്ലീസ് ബിലീവ് യുവർസെൽഫ് ആൻഡ് മേക്ക് എ സ്പാർക്ക്. ദാറ്റ് സ്പാർക്ക് ബിക്കെയിം ഗ്രേറ്റ് സക്സസ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പരമാവധി സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. പ്രത്യേകം ഓർക്കുക, പലരും ഞങ്ങളോട് പറയുന്ന കാര്യം ഇതാണ്, നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ് ഞങ്ങൾ അറിയുന്നില്ല എന്ന്. തീർച്ചയായിട്ടും PSC പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള നിരവധി ക്ലാസ്സുകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലൂടെയാണ്. അതുകൊണ്ട് പേജ് ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത്. ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന പുതിയ ക്ലാസ്സുകൾ അതാത് സമയങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പ്രത്യേകം ഓർക്കുക, ലാസ്റ്റ് ഗ്രേഡിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ട്രെയിനിങ് വാട്സപ്പിലൂടെയുള്ള ക്ലാസ്സുകൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഉടൻ തന്നെ ഇനി പറയുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ വാട്സപ്പിൽ നിന്നും മെസ്സേജ് അയയ്ക്കുക. 7020089916. ഒപ്പം ഈ ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറന്നു പോകരുത്. കാരണം നിങ്ങളുടെ അഭിപ്രായമാണ് ഞങ്ങളുടെ ഇന്ധനം. വിഷ് യു ഹാവ് എ ഗ്രേറ്റ് സക്സസ്. സൈനിങ് ഓഫ്, ബ്രില്യന്റ് PSC കൂട്ടം.